തിരുവില്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവില്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവില്ലാമല. തിരുവില്ലാമല പുനർജനി നൂഴലിനോടനുബന്ധിച്ച് വിവിധ വകുപ്പ് തല അവലോകന യോഗം ചേർന്നു. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ഏകാദശി ദിവസം നടത്തിവരാറുള്ള പുനർജനി നൂഴലുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ അധ്യക്ഷനായിരുന്നു. ബോർഡ് അംഗം പ്രേംരാജ് ചുണ്ടാലത്ത, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ BR ഉദയകുമാർ, സെക്രട്ടറി R ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽ കർത്ത, തിരുവില്ലാമല ദേവസ്വം മാനേജർ S വിജയകുമാർ, ഉപദേശക സമിതി സെക്രട്ടറി ജയപ്രകാശ് കുമാർ, പ്രസിഡന്റ് AP ദിവാകരൻ ആനന്ദൻ, പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ ടീച്ചർ, സീനിയർ പോലീസ് ഓഫീസർ ശിവകുമാർ, അസിസ്റ്റന്റ് പോലീസ് ഓഫീസർ മനോജ്, ഫയർഫോഴ്സ് അസിസ്റ്റന്റ് ഓഫീസർ മധു, ഫോറസ്റ്റ് ഓഫീസർ ജയപ്രസാദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിൻഷ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നവംബർ 11 പുനർജനി നൂഴൽ ആരംഭിക്കുകയാണ്. അപ്പോൾ പാപവിമോചനത്തിനായിട്ട് ഭക്തജനങ്ങൾ തിരുവില്ലാമലയിൽ എത്തിച്ചേരുകയും വിവിധ തീർത്ഥങ്ങളിലൂടെ സഞ്ചരിച്ച് പുനർജനി നൂണ്ട് ഓരോ ജന്മത്തിലുണ്ടാകുന്ന പാപം കഴുകിക്കളയുകയാണ്. അപ്പോൾ ഇത് വളരെയധികം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നൊരു ദിവസം കൂടിയാണ്. എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ എല്ലാവരും പുനർജനി നൂഴുന്നില്ല. അതേസമയം അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ചടങ്ങിലും പിന്നെ പുനർജനി ഗുഹ സന്ദർശിക്കുക എന്നുള്ള ആചാരവും എല്ലാമാണ് ആ ദിവസം ഭക്തജനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിന് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുക, പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ, കുടിവെള്ളം, അതുപോലെ തന്നെ ലഘുഭക്ഷണം, പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ, അതുപോലെ ഈ പുനർജനി ഗുഹയ്ക്കകത്ത് അത് പരസ്പര സഹായത്തോടുകൂടി മാത്രമേ പുനർജനി നൂഴൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് കഠിനമാണെങ്കിലും സാധാരണഗതിയിൽ വലിയ ക്ലേശങ്ങളില്ലാതെ തന്നെ പൂർത്തീകരിക്കാൻ ഭക്തജനങ്ങൾക്ക് കഴിയാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് സഹായകരമായിട്ടുള്ള രീതിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീമുണ്ട്, പോലീസിൻ്റെ ടീമുണ്ട്, മറ്റ് സന്നദ്ധ സേവകരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനം അവിടെ ലഭ്യമാണ്. ആ രീതിയിൽ ഓരോ വർഷവും കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് ഈ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയിൽ പുനർജനി നൂഴൽ നടത്തുന്നത്. ഇത്തവണയും വളരെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് പുനർജനി നൂഴുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ പുറപ്പെടുന്നത്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അത് പുനർജനി നൂണ്ട് കഴിഞ്ഞു വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ അന്നദാനത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രാഥമികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഭക്തജന തിരക്ക് മൂലമുണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിൻ്റെ സഹായവും, അതുപോലെ തന്നെ ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇത്രയും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നതിന് സംഭവിക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾ. CC വിനോസ്, തിരുവില്ലാമല.